അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ ബൗളിൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു കള്ളൻ കട്ട് കഴിക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൂടെ അനന്തമുണ്ട്. അടുത്ത വീഡിയോയിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ലോക്ക്ഡൗണൊക്കെ എങ്ങനെ പോകണു? എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. കോവിഡ് കേസസൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കഴിവത്ത് ഇരിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും പുതിയ പുതിയ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ചിലർ ചിക്കനൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ടുള്ളവർക്ക് ഒരു പുതിയ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താനുള്ളൊരു ഡിഷായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ചിക്കൻ കറിയുടെ പേര് ചിക്കൻ ചില്ലി ഫ്ലേക്സ് എന്നാണ്. ഇതിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഏതൊരു മീറ്റ് ആയിരുന്നാൽ തന്നെ നമ്മൾ അധികം മസാലയൊന്നും ചേർക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടും. അതുപോലെ ഒരു ഫ്ലേവറുള്ള ചിക്കനാണ് ഇത്. വളരെ ടേസ്റ്റിയാണ്. നമുക്കപ്പോൾ അതുണ്ടാക്കാം. അതുണ്ടാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമ്മുടെ ചിക്കൻ. ഞാനിവിടെ ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സവോള 4 സവോള സ്ലൈസ് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ്, പിന്നെ ഉപ്പ്, നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ള, മുളക് പൊടി, കറിവേപ്പില. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഡിഷ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടിയിലേക്ക് നല്ല സുഖമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തത്. അപ്പോൾ നല്ലെണ്ണ നമുക്ക് ഒഴിക്കാം. ചട്ടി പുക വരെ വന്ന് ഇവരെ തള്ളു കാരണം ആവശ്യത്തിനാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എടുത്താൽ മതി. നമ്മൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചെക്കിലാട്ടണ സുധமான നല്ലെണ്ണ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ഫ്രഷ് കറിവേപ്പില ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടു. പെട്ടെന്ന് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് നല്ല കനം കുറച്ച് നല്ല ബ്ലേഡ് കണക്കിരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിധിയേട്ടൻ്റെ കാര്യം പറയണം. നിധിയേട്ടനാണ് ഇത് സ്ലൈസ് ചെയ്തത്. ഇത് കട്ട് ചെയ്യാൻ നിധിയേട്ടനെ പോയിട്ടുള്ളൂ. ഭയങ്കര നൈസായിട്ട് കട്ട് ചെയ്യും. ഇതും സ്ലൈസറാണ് നിധിയേട്ടൻ. അപ്പോൾ കരിവേപ്പിലല്ലേ ഇപ്പോൾ ഇതാണ് ഇട്ടത്. സവാള ഇട്ടു. ഇല്ല, ഞാൻ ജസ്റ്റ് ഇളക്കി നല്ല രീതിയിൽ അഴയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്നിട്ട് എന്തിടണം? ഉപ്പിടണം. ഇതാരാണിത് പറഞ്ഞിട്ടുള്ളത്? ആരോ ഒരാൾ. അതുകൊണ്ട് നമ്മളും അതുപോലെ ചെയ്യണം, അല്ലേടാ? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സത്യം ഒന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും ഇടുന്നുണ്ട്, നമ്മളും വാങ്ങിയിട്ടുള്ളൂ, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതെടുക്കുക എല്ലാവർക്കും മടിയാണ്, തൊലിയിട്ട് കളയാൻ കുറേ പാടാണല്ലോ. അതുകൊണ്ടാണ് മിക്കവരും ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സവാളയ്ക്ക്. അങ്ങനെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളതിനെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ചതച്ച് വേണം ഇടാനായിട്ട്. നല്ല രീതിയിൽ ചതച്ച് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാൻ. അതും നല്ല ടേസ്റ്റാണ്. നമ്മളതും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും ടേസ്റ്റ് അതാണ്. ഇത് ഏകദേശം ഒരു പരുവാകുമ്പോൾ 1 മണിക്കൂർ ഇതിരുന്നാൽ കരിഞ്ഞുകൊണ്ട് പോവില്ലടാ. തെറ്റി നിനക്ക് തെറ്റൊന്നുമില്ല അല്ലേടാ? നീ ചുമ്മാ കളി പറഞ്ഞല്ലേടാ? അയ്യ, അവൻ വെറുതെ തമാശ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില്ലി ഫ്ലേക്സ് വാങ്ങിക്കാനും കിട്ടും. ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ റോ ആയിട്ടുള്ള, കാരണം ഇതുണ്ടല്ലോ വറ്റൽ മുളകാണ് ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോഴിക്ക് നിങ്ങൾ 40 മുതൽ 50 വരെ മുളകെടുക്കുക, വറ്റൽ മുളകെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ക്രഷ് ചെയ്ത് അറിയാമല്ലോ ഫ്ലേക്സ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ഒരു 40 വറ്റൽ മുളക് മതിയാവും. നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ എടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് ആഡ് ചെയ്ത് കൊടുക്കും. ഓ അതിന് വേദനിക്കൂടെ. ഇത് ഏകദേശം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അതുമായിട്ട് ചേർന്ന് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. കുറച്ച് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിൽ ഒരു 2 ടീസ്പൂൺ ഇടാം. മുളക് പൊടി നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. എരിവ് വേണം, ചിക്കനൊക്കെ ഇട്ടിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. കളർ നല്ല ഭംഗിയുണ്ട്, ഒരു ഡാർക്ക് മെറൂൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കഴുകി ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ ഒരു 2 kg ആണ്. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്നു. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കാം, അത് നല്ല വേകാനായിട്ട്. ഇതിപ്പോൾ കളർ കുറച്ചുകൂടി ഇത് വെന്ത് ഇതിൻ്റെ കളർ ഇറങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും. നമുക്കിപ്പോൾ ഇതിപ്പോൾ ചൂടുവെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഒരിക്കലും നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിളച്ച് ചൂടായി കിടക്കുന്ന സാധനത്തിൽ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ആ പീസൊക്കെ അങ്ങ് ഹാർഡായി പോകും. അളവനുസരിച്ച് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, സവോളയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിനി നല്ല രീതിയിലൊന്നിരുന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടുതലായി. നമുക്ക് എന്തായി എന്നുള്ളത് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാമേ. നല്ല മണമൊക്കെ വരണുണ്ടല്ലേ ഇടാ. സ്മൂത്ത് നല്ലത് മണം. ഇത് നല്ല തിളച്ചോണ്ടിരിക്കും. ഇനി കുറച്ചുകൂടെ വേവുണ്ട് കേട്ടോ, ചിക്കനല്ലേ. അതുകൊണ്ട് 15 മിനിറ്റിലൊന്നും ഇത് വെന്തിട്ടില്ല. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എന്തായി എന്നുള്ളത് നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഗാർണിഷ്. അപ്പോൾ ഇനി ഏകദേശം ഇതിൻ്റെ ഫൈനൽ ഇതായിട്ടുണ്ട്. നമുക്കിത് വാങ്ങാം. എന്തോന്ന് ആലോചിക്കണേ, അവൻ ചിന്താശീലനായിരിക്കുകയാണ്. കഴിക്കണ്ടേ നമുക്കപ്പോൾ? എന്തായാലും ചോറുണ്ടേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിതിനെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇനി മാറ്റി. ഇനിയപ്പോൾ ഇത് ബൗളിലൊക്കെ അങ്ങനെ മാറ്റി ഇതാ വെച്ചിരിക്കണം. നല്ല ഈസി ചിക്കൻ. നിങ്ങൾ കണ്ടല്ലോ, വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. സവാള, ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് നല്ല മണം പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അനന്തന് തന്നെ കൊടുക്കാം. ഇതിനകത്ത് ഇതെടുക്കുക. അതാകുമ്പോൾ ഗ്രേവി ഉണ്ട്. നീ വലിയ പീസൊക്കെ കഴിക്കൂടാ? വലിയ പീസൊക്കെ നീ കഴിക്കൂ? കുറച്ച്. അപ്പോൾ നമ്മളിതേ ഒരു കുഞ്ഞ് പാത്രത്തിൽ അനന്തുവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം നല്ല രീതിയിൽ ഊതിക്കോ. ദൈവമേ, പീസിനെ ഊതി തെറിപ്പിക്ക്. മതി. അതില്ല, ചൂട് മാറിയാൽ മതി. ചൂട് മാറിയതില്ല, സ്പൂണിൽ ചിക്കൻ മാറാനല്ലേ. ഇപ്പം ഈ ചിക്കൻ പീസ് പോയി ആ ക്യാമറയിൽ ഇരിക്കുമായിരുന്നു. അതറ എന്തോന്നു അങ്ങോട്ട് നോക്കി പറ. എന്തൊക്കെ ഉണ്ടെന്ന് പറ, എന്തൊക്കെ നിനക്ക് ഫീൽ ചെയ്യണതെന്ന് പറ. എല്ലാം ഉണ്ട്.
വെറൈറ്റി ആണല്ലേ, നമ്മൾ ഇതുവരെ കഴിച്ചതല്ല. നീ ഇഞ്ചി സാധാരണ കഴിക്കുന്ന ചിക്കൻ കറി വെച്ചിട്ട് പറയടാ. സാധാരണ നീ ചിക്കൻ കറി കഴിക്കുമല്ലേ? അതിനേക്കാളും ഡിഫറൻസ് അല്ലേ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല, ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അപ്പോൾ നമ്മൾ വളരെ എളുപ്പമായിട്ടുള്ളത് ഉണ്ടാക്കിന്. പിന്നെ ഇവിടെ ഇത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിതേ അവിടെ നിൽപ്പുണ്ട്, ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ. നിധിയേട്ട കഴിച്ചിറക്കിയിട്ട് പറ എങ്ങനെയുണ്ട്. ഉള്ളത് പോലെ പറയണം. എങ്ങനെയുണ്ട്? കൊള്ളാം. വേറെ ഒന്നും ഇല്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഈസി ചില്ലി ഫ്ലേക്സ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തോ ഒളിച്ചിരിക്കണേ, നീ കഴിക്കണ ആരും കാണൂല, ഇവിടെ ഇരുന്നു, അവർ കണ്ടാലും കുഴപ്പമില്ല, ഇവിടെ ഇരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എല്ലാവരും ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് വറ്റിച്ച് അതിൻ്റെ ഗ്രേവി ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടെടുക്കുക. എല്ലാം അപ് ടു യു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം, നിർത്താം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊക്കെ വെറൈറ്റി ഡിഷാണല്ലോ, സോ വെറൈറ്റി ഡിഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിതിപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ട്രൈ ചെയ്യുക. ഇവിടെ ഒരു കള്ളം കട്ട് കഴിക്കുക. ഓണത്തിനിടയിലും പുട്ട് കച്ചവടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അനന്തൂന് ഇഷ്ടപ്പെട്ടല്ലേടാ, അപ്പോൾ ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടു. അനന്തൂന് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും. ടിൽ ദെൻ ശ്രീലക്ഷ്മി സൈനിങ് ഓഫ് ഫ്രം ടിൽ ദെൻ ശ്രീലക്ഷ്മി ആൻഡ് ഇതാണ് പറയണ, ബാക്കിൽ പോയി ഒളിച്ചിരിക്കരുത്. നിന്റെ പേര് പറയാൻ വിട്ടു വേണ്ട. ശ്രീലക്ഷ്മി ആൻഡ് പേര് പറ. നന്ദികേഷ് സൈനിങ് ഓഫ് ഫ്രം നിക്സ് മോജോ. ബൈ ബൈ.